ബാബുചേട്ടാ, എനിക്ക് ഈ വിഷയത്തെ കുറിച്ചിട്ട് ബാബുചേട്ടനോട് ചോദിക്കാനുള്ളത്, ഈ കേരളത്തില് ഇതുപോലെയുള്ള ഒരുപാട് മതവൽക്കരണം നടക്കുന്നുണ്ട്. ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകളെ ശക്തമായ രൂപത്തിൽ കേസിൽ കൊടുക്കുക, അടിച്ചമർത്താൻ ശ്രമിക്കുക, ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെ ഇവർ ഈ നാട് പാകിസ്ഥാനാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിനെതിരെ ബാബുചേട്ടൻ ഒരു വലിയ സംഘടനയുടെ ആളാണ്. നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത്? ഇത്തരം കേസെടുക്കൽ സമീപനം, അതായത് ഈ വർഗീയവാദപരമായ നിലപാടുകളെ, മതതീവ്രവാദത്തെ ചൂണ്ടിക്കാണിക്കുന്നവരെ അവരെ നിശബ്ദരാക്കാൻ തക്ക രീതിയിലുള്ള സംവിധാനം അല്ലെങ്കിൽ നിലപാടുകൾ ഈ സർക്കാർ കുറെ കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ നാട്ടില് ഒരുപാട് ആൾക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കുമ്മനം രാജശേഖരനെതിരെ കേസെടുത്തിട്ടുണ്ട്, ശശികല ടീച്ചർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ജാമില ടീച്ചർക്കെതിരെ, ബിജുവിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഹലാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞതിന് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് 153. അപ്പോ ഇത് അവര് വ്യാപകമായിട്ട് ഇപ്പോ നമ്മുടെ ടി ജി മോഹൻദാസിനെതിരെ കേസെടുത്തത് എന്തിനായിരുന്നു? ടി ജി മോഹൻദാസിനെതിരെ കേസെടുത്തത് നമ്മുടെ ആർത്തുങ്കൽ പള്ളിയുടെ ചരിത്രം അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് പഴയ ക്ഷേത്രമാണ് എന്ന് തെളിയും എന്ന് പറഞ്ഞതിനാണ് ടി ജി മോഹൻദാസിനെതിരെ കേസെടുത്തത്. അപ്പോ ഇത് വ്യാപകമായിട്ട് ഇത്തരത്തിൽ കേസെടുക്കുന്നുണ്ട്. അതിന് ഇന്നിപ്പോ അങ്ങനെ കേസെടുക്കാൻ കാരണം എന്താണ്? കേസെടുക്കാനുള്ള കാരണം സംഘടിതമായ ഒരു ശക്തിയായിട്ട് ഈ സമൂഹം മാറാത്തിടത്തോളം രാഷ്ട്രീയക്കാര് തീർച്ചയായും ഇത്തരം കേസുകൾ എടുത്ത് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിൽ രാഷ്ട്രീയ ശക്തിയായിട്ട്, ദേശീയ ശക്തിയായിട്ട് മാറാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോ അതിന് ഇത്തരം ആളുകൾക്കെതിരെ കേസെടുത്താൽ രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു സ്ഥിതിവിശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ടാൽ, കോൺഗ്രസ് നേരിട്ടാൽ അത്തരത്തിൽ കേസെടുക്കാൻ തയ്യാറാവില്ല. എന്തുകൊണ്ടാണ് CAA-ക്കെതിരായിട്ടുള്ള സമരത്തിലെ എടുത്ത കേസുകൾ മുഴുവൻ റദ്ദാക്കുകയും ശബരിമല കേസുകൾ ഇപ്പം തുടരുകയും ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? രാഷ്ട്രീയമായ ശക്തിയായിട്ട് മാറുക എന്നുള്ളത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. ഇതിന് നാളെ ഈ ഒരു പരിപാടി നടത്തിയതിന്റെ പേരിൽ വേണമെങ്കിൽ നാളെ ജാമില ടീച്ചർക്കെതിരെയും ബിജുവിനെതിരെ, എനിക്കെതിരെയൊക്കെ, കെവിൻ പീറ്ററിനെതിരെ കേസെടുക്കാം. നമുക്ക് അങ്ങനെ തടയാൻ പറ്റും. കേസെടുക്കാൻ എല്ലാ വിധത്തിലും സാധിക്കുമായിരുന്നു. അപ്പോ നിലവിൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വ്യക്തിപരമായിട്ടും അല്ലാതെയും ജനകീയമായ മുന്നേറ്റങ്ങളിലൂടെയും ഒക്കെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുക, നിയമപരമായ പോരാട്ടങ്ങളിലൂടെ അതിനെ നേരിടാൻ ശ്രമിക്കുക എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പോ ഹൈക്കോടതിയിൽ നമ്മൾ ഈ കേസ് ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു പോയാൽ അവിടെ ഇരിക്കുന്ന ജഡ്ജിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പോവുക. അവിടെ ഇരിക്കുന്നവരും ഏത് ജഡ്ജാണ്, ആ ജഡ്ജിന്റെ മനോഭാവം എന്ന് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പല കോടതികളുടെയും നിലപാടുകൾ പലപ്പോഴും ഏത് നിലയ്ക്കാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. സുപ്രീം കോടതിയിൽ അടക്കം അത്തരം കേസുകൾ നമ്മൾ കാണുകയാണ്. ചിലർക്കൊക്കെ പ്രത്യേക പ്രിവിലേജ് ആണ്, ചിലരുടെയൊക്കെ ജാമ്യാപേക്ഷ രാത്രിക്ക് കേൾക്കും, പ്രത്യേക ബെഞ്ചിരുന്ന് കേൾക്കും. ടീസ്റ്റാ സത്യൽവാദിന്റെ കേസ് നമുക്കറിയാം. രാത്രിയായിരുന്നു ടീസ്റ്റാ സത്യൽവാദിന് ജാമ്യം കൊടുക്കാനായിട്ട് രാത്രി കൂടിയിട്ടാണ് സുപ്രീം കോടതി ജാമ്യം കൊടുത്തത്. സാധാരണക്കാരൻ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ജാമ്യം ഇതുപോലെ ജാമ്യം കൊടുക്കാൻ വേണ്ടി കോടതി കൂടില്ല. അപ്പൊ ചിലർക്ക് പ്രത്യേകതയുണ്ട്. ഇപ്പോ സുപ്രീം കോടതിയുടെയൊക്കെ ചില പ്രത്യേക അവകാശങ്ങളും പ്രത്യേക പരിഗണനയും ഒക്കെ ചിലർക്കൊക്കെ കിട്ടും, നമുക്ക് ആ പരിഗണന കിട്ടില്ല. അപ്പൊ അതാണ് കേരളത്തിന്റെ അന്തരീക്ഷം, ഭാരതത്തിന്റെ അന്തരീക്ഷവും ഒരു പരിധിവരെ അതാണ്. ഇതിനകത്ത് രാഷ്ട്രീയ ശക്തിയായിട്ട് നമുക്ക് മാറാൻ കഴിയുക ഇത്തരം കപട മതേതര കക്ഷികൾക്കെതിരായിട്ടുള്ള ഒരു ദേശീയ ശക്തിയായിട്ട്, അത് മതവിശ്വാസം എന്തുമാകട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇരിക്കട്ടെ, അതിനെ പകരം വെക്കുന്ന തരത്തിലുള്ള ഒരു ദേശീയ ശക്തിയായിട്ട് രാഷ്ട്രീയത്തിൽ മാറുക എന്നുള്ളതാണ് ഇതിന് പരിഹാരമായിട്ടുള്ളൂ. മറ്റൊന്നും തന്നെ ഇതിന് പരിഹാരമില്ല, അതിന് പരിഹാരമാവില്ല. അപ്പോ അതാണ് ഈ വിഷയത്തിലുള്ള പരിഹാരം. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്, രാഷ്ട്രീയ ശക്തിയായി മാറാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ആണ് ഇതിന് ഒരു പരിഹാരമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ജാമില ടീച്ചറെ. കെവിൻ ബ്രദറെ, എനിക്കെതിരെ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ പ്രതികരിച്ചതുകൊണ്ട്, കാരണം അത് ഇസ്ലാമിക രൂപത്തിൽ ആ കുട്ടിയെ വിചാരണ ചെയ്തിട്ടായിരുന്നു സിദ്ധാർത്ഥനെ കൊല ചെയ്തത്. അതിന്റെ വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചത് കൊണ്ട് എനിക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു.
അതിന്റെ FIS-ൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു, പാലാ ബിഷപ്പിനെ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വ്യക്തിയാണ്. അത് ഈ കേസ് പ്രാഥമികമായി ഒരു FIR-ഓ FIS-ഓ ഒരാൾ കാണുമ്പോൾ ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ്. കാരണം ഇവര് ഏത് രൂപത്തിലുള്ള വ്യക്തിയാണ് എന്ന് ഒന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി പൂഞ്ഞാർ വിഷയമുണ്ടായി. അതിനകത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ബൈക്ക് റേസ് ചെയ്ത് വൈദികരെ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പാലാ ബിഷപ്പിന്റെ നാവരിയണം തലയരിയണം എന്ന് പറഞ്ഞ് ഇവര് രംഗത്ത് വന്നു. പക്ഷേ ജോസഫ് മാഷിന്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നത് പോലെ ആയിരുന്നില്ല പിന്നീടുണ്ടായ ഓരോ വിഷയങ്ങളിലും നിങ്ങളുടെ പ്രതികരണം. ഇപ്പോഴിതാ ഫാദർ കുര്യാക്കോസിനെതിരെ ഇവർ കൊലവിളികളുമായി രംഗത്ത് വന്നു. എന്താണ് ഈ വിഷയങ്ങളെയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ബ്രദറിന് പറയാനുള്ളത്? എനിക്ക് ചോദിക്കേണ്ടത്, നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് കേരളത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ പൊരുതേണ്ടവരല്ലേ? അല്ല, ഇവിടെ ഒരു നിലനിൽപ്പ് സാധ്യമാവണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോ ശ്രീ ബാബുജി സൂചിപ്പിച്ചതുപോലെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായി, ഒരു ബദൽ രാഷ്ട്രീയം ഇവിടെ ഉരുത്തിരിഞ്ഞു വരണം. കാര്യം നിലവിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ, ആ രണ്ട് മുന്നണികൾക്കും നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഒരു നീതിപൂർവമായ ഒരു നിലപാട് ഒരു വിഷയത്തിലും നാം പ്രതീക്ഷിക്കേണ്ടതില്ല. ഭരണ സംവിധാനങ്ങളെല്ലാം അത്തരം ആളുകളുടെ കീഴിലായി കഴിയും. ഇപ്പൊ ചില ആളുകളുടെയൊക്കെ പഠന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ലോ അക്കാദമിയിൽ നിന്നൊക്കെ വരുന്ന വക്കീൽമാരൊക്കെ നാളെ ജഡ്ജികളായി മാറിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ എന്താണ്? അപ്പൊ ഇവരെ പാഠം പഠിപ്പിക്കത്തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തുന്ന രീതിയിലുള്ള ഒരു ബദൽ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഇവിടെ ഒരു ജാതിക്കും മതത്തിനും അതീതമായി ഉയർന്നു വന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ലീഗലായി നമ്മളെ കൊടുക്കുന്നതിനുള്ള പ്രവണതകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പേരിൽ വേണമെങ്കിലും ഏതെങ്കിലും ഒരു വാചകം അടർത്തിയെടുത്തുകൊണ്ട് മതസ്പർദ്ധയുണ്ടാക്കിയെന്നോ അവഹേളനങ്ങൾ നടത്തിയെന്നോ പറഞ്ഞ് നമുക്കെതിരെ കേസെടുക്കാം, തീർച്ചയായിട്ടും ഉണ്ടാവാം. അപ്പൊ അത് ഇവിടെ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ബദൽ രാഷ്ട്രീയം ഇവിടെ ഉണ്ടാവണം. അല്ല എങ്കിൽ കേന്ദ്രത്തെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കാശ്മീരിലെ രീതിയിൽ ഇവിടെ കേരളം കേന്ദ്രഭരണ പ്രദേശമായി മാറും, രാഷ്ട്രപതി ഭരണം വരണം. എന്നാൽ മാത്രമേ ഇതിന് ഇവിടെ ഒരു ഇതുണ്ടാവും. കാരണം ഇവിടെ ഒരിക്കലും, ഇപ്പോൾ നേരത്തെ ബാബുജി സൂചിപ്പിച്ചതുപോലെ, ഒരിക്കലും ഇവിടെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവില്ല, ട്രെയിൻ സ്ഫോടനങ്ങളോ ചാവേർ സ്ഫോടനങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇവിടെ. കാരണം ഇവിടെ സുരക്ഷിതമായ ഒരു താവളമാണ്. ആലോചന, പണ സമാഹരണം, പരിശീലനം, ഒളിവിൽ താമസിക്കാൻ, ഇതിനെല്ലാം പറ്റിയ ഭാരതത്തിലെ ഒരേ ഒരു സ്റ്റേറ്റ് ആണ് ഇപ്പൊ കേരളം. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സൗകര്യം ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കില്ല. കാര്യം ഇവിടെ അത്തരത്തിലൊരു അറ്റാക്ക് ഉണ്ടായാൽ ഇവിടെ നടപടി എടുത്തേ പറ്റും, കേന്ദ്രം ഇടപെടും. അപ്പൊ അതുകൊണ്ട് അവരുടെ താവളം നഷ്ടപ്പെടും, സുരക്ഷിത താവളം. അതുകൊണ്ട് ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ പതിയെ നമ്മളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കും. ഞാനൊരു 2 മാസങ്ങൾക്ക് മുമ്പ് കാശ്മീരിൽ പോയപ്പോഴത്തേക്ക് അവിടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ലൊക്കേഷനുകളൊക്കെ പോകുന്നതിനോടൊപ്പം തന്നെ അവിടെ കേന്ദ്ര സർക്കാർ പുനർനിർമ്മിച്ച സെന്റ് ജോൺസ് ചർച്ചിൽ പോയി. കാര്യം അവിടെ 36 വർഷമായിട്ട് അവിടെ അടഞ്ഞു കിടന്ന ഒരു ചർച്ചാണ്. കാര്യം ഭീകരവാദികളുടെ ഭീഷണിയും ഏറ്റവും അവസാന ദിവസം അടച്ചുപൂട്ടുന്ന ദിവസം അവിടെ കുർബാന കഴിഞ്ഞിറങ്ങുന്നവർക്ക് നേരെ ഉണ്ടായ വെടിവെപ്പും ആക്രമണങ്ങളും, അതോടൊപ്പം തന്നെ അവിടെ കന്യാസ്ത്രീ മഠത്തിൽ അതിർത്തി കടന്നു വന്ന ഭീകരവാദികൾ കൂട്ടബലാത്സംഗമൊക്കെ നടത്തിയ വിഷയങ്ങളെ തുടർന്നാണ് ആ പള്ളി അടച്ചത്. ഇതൊന്നും പക്ഷെ നമ്മൾ വാർത്തകളിൽ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ ആ പള്ളി അടച്ചതിന് ശേഷം ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചിട്ടും അതിനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ ഈ മോദിജിയുടെ ഗവൺമെന്റ് ആണ് അതിനെ പുനർനിർമ്മിച്ചു കൊടുത്തത്. അപ്പൊ ആ ചർച്ച് കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ ആ ചർച്ച് കാണാനായിട്ട് പോയി. അപ്പൊ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചർച്ച് വളരെ മനോഹരമായിട്ട് പുനർനിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഞായറാഴ്ചകളിലും രാവിലെ കുർബാന നടക്കുന്ന സമയത്ത് മാത്രമേ അത് ഓപ്പൺ ചെയ്യുള്ളൂ, അല്ലാത്ത സമയം ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ വളരെ ഒരു ഗല്ലി എന്നൊക്കെ പറയാം, വളരെ ഒരു ചെറിയ കോളനിയുടെ അകത്തൂടെ ഈ ഡ്രൈവർ കാറ് വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിന്റെ മെയിൻ ഗേറ്റിൽ ചെന്നപ്പോൾ അവിടെ ചുറ്റും വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ആ ഒരു പള്ളിയോട് ചേർന്ന് ഒരു ഹോസ്പിറ്റലുണ്ട്.
അതിന് ചുറ്റും ഒരു മുസ്ലിം കോളനിയാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, എങ്ങനെയാണ് ഈ മുസ്ലിം കോളനിയുടെ നടുക്ക് ഈ ക്രിസ്ത്യൻ പള്ളി വന്നത്? നമ്മൾ ചിന്തിക്കും. പക്ഷെ നേരെ തിരിച്ചാണ്. അവിടെ ആ ക്രിസ്ത്യൻ പള്ളിയും ആ ഹോസ്പിറ്റലും ഒഴികെ ഇപ്പോൾ അവിടെ ബാക്കിയെല്ലാം പള്ളിയുടെ കെട്ടിടങ്ങളിൽ ഉൾപ്പെടെ ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി അവർ വ്യാപാരങ്ങളും വ്യവസായങ്ങളും താമസവും ഒക്കെ നടത്തുകയാണ്. ഈ ഒരു ക്രിസ്ത്യൻ പള്ളിയും ഈ ഒരു ഹോസ്പിറ്റലും മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ സംഭവിച്ചത് ഈ ഒരു മുസ്ലിം പ്രദേശത്തെ നടുക്കൊണ്ട് ക്രിസ്ത്യൻ പള്ളി വെച്ചതല്ല. അവിടെ എല്ലാം ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. അവരൊക്കെ അവിടെ വിട്ട് ഓടേണ്ടതായിട്ട് വന്നു. അവിടെ ബാക്കിയുള്ളത് ഇപ്പൊ പള്ളിയാണ്. കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്തത് കൊണ്ട് ആ പള്ളിക്ക് ഇപ്പോൾ ഒരു ശാപമോക്ഷം ലഭിച്ചു. ഇതുകൂടാതെ 10ഓളം പള്ളികൾ അവിടെ കേന്ദ്ര സർക്കാർ പുനർനിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ ഒന്നും വാർത്ത ഇവിടെ വരാറില്ല. ഇവിടെ പൊളിച്ചതിന്റെ വാർത്ത മാത്രമേ ഉള്ളൂ. അവിടെ പുനർനിർമ്മിച്ചതിന്റെ വാർത്തയൊന്നുമില്ല. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ലാൽ ചൗക്കില് വൈകുന്നേരം സമയത്താണ് പോയത്. ഈ ലാൽ ചൗക്കിൽ പതാക പാറുന്നത് കാണാനായിട്ട് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. കാര്യം അവിടെ പോയി നിന്ന് ശരിക്കും നമ്മുടെ ആ ഒരു പാറുന്നത് കാണുമ്പോൾ നമ്മുടെ രോമമൊക്കെ നമുക്ക് ഇങ്ങനെ എഴുന്നേറ്റ് വരും. അപ്പൊ അത്ര സീനാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ബാഗിന് വേണ്ടി ഷോപ്പിംഗ് സെന്ററിൽ, അവിടെ വലിയ ഷോപ്പിംഗ് സെന്ററാണ്, അവിടെ പോകുമ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള 3 കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു 5 കന്യാസ്ത്രീകൾ അവിടെ രാത്രി 8:30 ഷോപ്പിംഗ് നടത്തും. അവര് മറ്റൊരു സ്ഥലത്ത് നിന്നും കാശ്മീരിലെ കന്യാസ്ത്രീ മഠത്തിൽ വന്നിട്ട് അവിടുത്തെ അവരുടെ കൂടെ സഹായത്തോടു കൂടി ഇവിടെ വന്ന് ഷോപ്പിംഗ് നടത്തും. രാത്രി 8:30 കന്യാസ്ത്രീകൾക്ക് നിർഭയമായി കാശ്മീരിൽ ഷോപ്പിംഗ് നടത്തും. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ അവിടെ പ്രതികരിക്കാതിരുന്നതിന്റെ ഫലമാണ് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് കൈയിറക്കിയത്. അത് ഇവിടെയും സംഭവിക്കും. അപ്പൊ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് ഈ ഫസൽ ഗഫൂറിനെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അസ്ത്രം ഗഫൂർ എന്നൊക്കെ വിളിക്കുന്ന ആളാണ് ഫസൽ ഗഫൂർ. പോപ്പുലർ ഫ്രണ്ടിന്റെ സമ്മേളന വേദിയിൽ പോയി പതിയെ പതിയെ എങ്ങനെയാണ് ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കേണ്ടത് എന്ന വിവിധ സംസ്ഥാനങ്ങളിലെ കണക്കുകളെല്ലാം ഉദ്ധരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്ത വ്യക്തിയാണ് ഫസൽ ഗഫൂർ. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോയി തങ്ങളുടെ ആവനാഴിയിൽ പല അസ്ത്രങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അസ്ത്രം ഗഫൂർ എന്ന് വിളിച്ചത്. ഈ കഴിഞ്ഞയിടെ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം അവസാനമായിട്ട് ആ ഒരു പ്രസംഗത്തിന്റെ അവസാനം പറയുന്ന കാര്യം, നമ്മൾ മറ്റ് നിസ്കാരത്തിലുള്ള അല്ല ആചാരത്തിലുള്ള വ്യത്യാസങ്ങൾ മറന്ന് നമ്മൾ അവസാന പോരാട്ടത്തിനായി ഒന്നിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിവിടെ ചർച്ചയായി. എന്താണ് ഇവർക്ക് വേണ്ടുന്ന അവസാന പോരാട്ടം? ഇവർക്ക് എന്തിന്റെ കുറവാണ്? ലോക രാജ്യത്തിൽ എവിടെയാണ് ഈ ഒരു സമുദായത്തിന് ഇത്രയധികം പരിഗണനയും ഇത്രയധികം സ്വാതന്ത്ര്യവും ലഭിക്കുന്നത്? ഈ കേരളത്തിൽ പോലും ന്യൂനപക്ഷ പരിഗണന എന്ന് പറയുന്നത് ഒസാനും പുസ്ലാനും, അതായത് മുക്കുവനാണ് പുസ്ലാൻ, ഒസാനാണ് ബാർബർ, ഇവരാണ് ഏറ്റവും താഴേക്കിടയിലുള്ളവർ. ലക്ഷദ്വീപിലാണെങ്കിൽ കീഴാച്ചേരി എന്ന് പറയും, തെങ്ങ് കയറുന്ന മുസ്ലിങ്ങളാണ് അവിടുത്തെ ഏറ്റവും താഴെയുള്ള ആൾക്കാർ. അവർക്ക് ഗിരിവർഗ പരിഗണനയാണ്. എന്ത് ഗിരിവർഗമാണ് അവർക്ക്? എവിടെയാണ് ലക്ഷദ്വീപിൽ എവിടെയാണ് മലയിരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് അവർക്ക് ഗിരിവർഗ സ്റ്റാറ്റസ് ലഭിച്ചത്? ഇവിടെ എങ്ങനെയാണ് പുസ്ലാനും ഒസാനും കിട്ടേണ്ട ആ ഒരു ന്യൂനപക്ഷ പരിഗണന തങ്ങൾക്ക് കിട്ടുന്നത്, ലബ്ബയ്ക്ക് കിട്ടുന്നത്? ഇവിടെ ന്യൂനപക്ഷ സംവരണത്തിൽ 20% ക്രിസ്ത്യാനി ഉൾപ്പെടെയുള്ള മറ്റ് മതവിഭാഗങ്ങൾക്ക് കൊടുത്തിട്ട് 80% അനുഭവിക്കുന്ന ഇവരാണ് പറയുന്നത് ഇനിയും അവസാന പോരാട്ടം നടത്തണമെന്ന്. അപ്പോൾ എന്താണ് ആ അവസാന പോരാട്ടം? ഒന്നേ ഉള്ളൂ, ഇസ്ലാമിക ഖിലാഫത്ത്, കാലിഫേറ്റ് സ്ഥാപിക്കുക, ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ അവസാന പോരാട്ടം എന്ന് പറയുന്ന ലക്ഷ്യം. അപ്പൊ അതിനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കാശ്മീരിൽ പറഞ്ഞതുപോലെ അവിടെ സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബദൽ ശക്തിയായി ഒരു കൂട്ടുകെട്ട് ഇവിടെ ഉണ്ടാവണം. ഒരു രാഷ്ട്രീയ മാറ്റത്തിലൂടെ ഇവിടെ സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഈ കേരളത്തിൽ വരണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പല രീതിയിൽ നമ്മളെ നിശബ്ദരാക്കിക്കൊണ്ടിരിക്കും. അത് ലീഗൽ ആയിട്ട് ഉപയോഗിക്കും, മറ്റ് ഭരണ ഇതായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ തന്നെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഹമ്മദ് റിയാസ് ഒരു വ്യക്തിഗത പരാതി കൊടുക്കുന്നത്. ഇവിടെ ഏത് നിയമ സംവിധാനമാണ്, ഏത് നീതിപീഠമാണ് റിയാസും ജാമിദ ടീച്ചറുമായിട്ടുള്ള കേസിൽ നീതി പുലർത്തുക? ഒന്ന് സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചോളൂ. താങ്കൾക്ക് ജാമിദ ടീച്ചറിന്റെ എന്ത് നീതി കിട്ടും? അതാണ്.
അപ്പൊ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ജാതി മതഭേദമന്യേ നമ്മൾ ഒന്നിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ജാമിദ ടീച്ചർ ആയാലും ബാബു സാറായാലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ സാർ? വിട്ടുപോയിട്ടുണ്ടോ ബാബു സാർ എന്തെങ്കിലും? ഒരു പോയിന്റ് കൂടി കെവിൻ പീറ്ററെ, ഞാനൊരു കാര്യം കൂടി പറയാം. ഇവർക്ക് എന്താണ് അവസാനത്തെ പൊരുതലെന്നറിയാം. ഖുർആനില് ഒരുപാട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. ലോകം ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ നാനാഭാഗത്തു നിന്നും എല്ലാവർക്കും ബാധ്യതയില്ലേ? അത് ചെയ്താൽ ഇവർക്ക് 72 മൂലികളെ കിട്ടും, പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനും കിട്ടും, മദ്യപ്പുഴയും കിട്ടും. അതിനുവേണ്ടി വാപ്പാടെ കഴുത്തിൽ കത്തി വെക്കാനും ഇവർക്കൊരു മടിയോ ഉണ്ടാകത്തില്ല. ഓക്കെ, ഞങ്ങളിലില്ല ഇസ്ലാമിക രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലില്ല ഈ പറയുന്ന ക്രൈസ്തവ രക്തം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നിട്ടുള്ള ആളുകൾ ഇന്നിപ്പോൾ കഴിഞ്ഞ ആദ്യകാലങ്ങളിൽ നമ്മൾ കണ്ടു. പാലാ ബിഷപ്പായാലും പൂജാറിൽ നമ്മൾ കണ്ടു, അതിനുശേഷം അവിലും പലരും കുന്തിരിക്കും നമ്മൾ കണ്ടു. ഇന്ന് അവസാനം ഇതുപോലെ തന്നെ ഈ നിർമ്മല കോളേജിൽ എത്തി നിൽക്കുമ്പോൾ അവിടെയും നിസ്സംഗത പാലിച്ചുകൊണ്ട് ഈ പറയുന്ന മുഹമ്മദ് റിയാസ്മാർ ഇതിനെതിരെ ശബ്ദിക്കുന്ന ജാമിദ ടീച്ചർമാർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകളും ഉള്ള വകുപ്പുകളും ഒക്കെ ചേർത്തിക്കൊണ്ട് ഇവിടെ കൃത്യമായിട്ട് നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കുരുമുളകിട്ടുകൊണ്ട് എന്ന് തന്നെ പറയാം. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തലയിൽ അല്പമെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ കൃത്യമായിട്ട് ചിന്തിക്കുക, കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇതാ കേരളം കാശ്മീർ ആവുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ ആ പറയുന്നവരെ അപരാധികളാക്കിക്കൊണ്ട് വർഗീയവാദികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന തലയിൽ ചിന്തിക്കാൻ ശേഷിയില്ലാത്ത അടിമകളായിട്ടുള്ള ഈ നാട്ടിലെ മതേതരന്മാരാണ് ഞാൻ ഇസ്ലാമിനെതിരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർഗീയവാദിയാവുമോ എന്ന ആ ചാപ്പക്കുത്തലിൽ പെടുമോ സംഘീയമാവുമോ എന്ന് ഭയന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ ഹൈന്ദവനും ഓരോ ക്രൈസ്തവനും ഇനിയും ഒന്നിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ കാശ്മീർ പണ്ഡിറ്റുകൾക്ക് സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ നിന്റെയൊക്കെ വീടുകളിൽ തന്നെ അറിയുമെന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു ദൃഷ്ടാന്തം തന്നെയാണ് നിർമ്മല കോളേജിൽ കണ്ടതെന്ന് കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ അതിഗംഭീരമായി തന്നെ ജാമിദ ടീച്ചറായാലും ആർ വി ബാബു സാറായാലും കെവിൻ പീറ്റർ സാറായാലും കൃത്യമായിട്ട് വിവരിച്ചു എന്നുള്ള ആ ഒരു ചാരിതാർത്ഥ്യത്തോടെ തന്നെ കൂടുതൽ ആളുകൾ പ്രതികരണം ഉയർന്നു വരേണ്ടതുണ്ട്. ഇവിടെ 1, 2, 3, 4 ആളുകളിൽ ഉയർന്നു നിൽക്കേണ്ട ആ പ്രതികരണം ആവരുത്, പ്രതികരിക്കുന്ന ആ ഒരു അവസ്ഥയാവരുത്. എല്ലാവർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ തുല്യ നീതിയോടുകൂടി തന്നെ പ്രതികരിക്കാനുള്ള അവസരം ഇന്നത്തെ ഈ യുഗത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരട്ടെ എന്ന ആ ഒരു ആശംസയോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ തന്നെ വിശിഷ്ട അതിഥികളുടെ സമ്മതത്തോടെ നമുക്ക് തൽക്കാലം ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എന്തായാലും ഗംഭീരമായി പങ്കെടുത്ത 2-3 അതിഥികൾ ജാമിദ ടീച്ചർ അടക്കം അതിഥികൾക്ക് ഒരുപാട് നന്ദി. മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.